ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. തൃശ്ശൂര് പൂങ്കുന്നത്ത് താമസിക്കുന്ന ഗീത CK കഴിഞ്ഞ സൽക്കർമ്മങ്ങളിലും നമ്മുടെ കൂടെ ഈ സപ്താഹ യജ്ഞങ്ങളിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും ഭഗവാൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് 76-ാമത്തെ അധ്യായമാണ് ദശമസ്കന്ധത്തിൽ. അത് പറയുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി നമുക്ക് ക്ഷണിക്കാം. ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭാഗവത സ്മരണാർത്ഥം നടത്തുന്നതായിട്ടുള്ള ഭാഗവത നവാഹ യജ്ഞത്തിൻ്റെ 7-ാം ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രഭാഷണം പറയുവാൻ വേണ്ടിയിട്ട് ഗീത CK പൂങ്കുന്നം അമ്മയുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ചക്രാന്തദ്വസ്തവൈരിവ്രജമജിതമപാസ്താവനീ ഭാരമാതൈരാവീതം നാരദാദൈ മുനിഭിരഭിനുദം തത്വനിർണീതിഹേതോഃ സായാഹ്നേ നിർമ്മലാംഗം നിരുപമരുചിരം ചിന്തയേന്നീലഭാസം മന്ത്രി വിശ്വോദയസ്ഥിത്യപകരണപരം മുക്തിദം വാസുദേവം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനിയുടെ പാദങ്ങളിലും ആചാര്യനായ മനു തിരുമേനിയുടെയും ഈ ഭാഗവതോപാസന കുടുംബത്തിലെ സകല സജ്ജനങ്ങളുടെയും പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് രാധേശ്യാം. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ കഥകളാണ് ഇപ്പോൾ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3/4 ഭാഗത്തോളമായി. ദശമസ്കന്ധം ഭഗവാന്റെ മുഖം തന്നെയാണ്. നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയാണ് അതില് എല്ലാ കഥകളും രചിച്ചിട്ടുള്ളത്. എന്താണ് നിരോധം? മനസ്സിനെ, ഈ ഭൗതിക വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മനസ്സിനെ ഭഗവാന്റെ കഥകളിൽ കൂടെയും കീർത്തനങ്ങളിൽ കൂടെയും സഞ്ചരിപ്പിച്ച് ഭഗവത് ഭക്തി ഉണ്ടാക്കുക. അതാണ് അതിൽ ഈ ദശമസ്കന്ധത്തിൽ ധാരാളം കഥകളുണ്ട്. ഓരോ കഥകൾ കേൾക്കുമ്പോഴും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിച്ച് ചോദിക്കും, ഇനി അടുത്ത ഏതാണ് കഥ? അങ്ങനെ ഭഗവാന്റെ ബാലലീലകള് അതേപോലെ അത് കേട്ട് നമ്മളെ രസിപ്പിച്ചും ചിന്തിപ്പിച്ചും അല്ലെ, പിന്നെ അതേപോലെ സജ്ജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദുഷ്ടരായ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് ചിലവർക്കൊക്കെ അനുഗ്രഹം പോലെയും കൊടുത്ത് അങ്ങനെ കഥകള് ഒരു ഉത്സവഘോഷം പോലെ തന്നെയാണ് വ്യാസഭഗവാൻ അത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഭക്തി വർദ്ധിപ്പിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഈ ദശമം തന്നെ നിത്യേന ഉപാസിച്ചാൽ ഭഗവത് ഭക്തി വർദ്ധിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ രാജസൂയത്തിന്റെ അവസാനം അത് പറഞ്ഞു, വായിച്ചു കഴിഞ്ഞു. രാജസൂയത്തിന്റെ അവസാനം ഭഗവാനെ അഗ്രാസന പൂജകൾ നടത്തി ധർമ്മപുത്രര് സന്തുഷ്ടനായി. ഭഗവാനോ തന്റെ ധർമ്മപുത്രരുടെ കീർത്തി ഈ ലോകം മുഴുവൻ പരത്തുകയാണ് ചെയ്തത്. ഭഗവാൻ അത്രയേ ഉള്ളൂ. ഭഗവാന്റെ കാരുണ്യം അങ്ങനെയാണ്. അങ്ങനെ അതിലൂടെ ശിശുപാലന് മോക്ഷം കൊടുത്തു എന്നൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് സാലുൻ എന്നുള്ളൊരു കഥാപാത്രം ഈ ശിശുപാലന്റെയും ജരാസന്ധന്റെയും ഒക്കെ കൂട്ടുകാരനാണ്. അപ്പൊ ഈ രുക്മിണി സ്വയംവരത്തിന് ജരാസന്ധന്റെ കൂടെ തന്നെ ഈ സാലുനും ശ്രീകൃഷ്ണനാൽ തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് എല്ലാ രാജാക്കന്മാരും കേൾക്കെ ശപഥം ചെയ്തു, എന്താണ്, യാദവ വംശത്തെ ഞാൻ ഇല്ലാതാക്കും. പക്ഷെ ആ മൂഢനായ സാല്യൻ വിചാരിച്ചില്ല, ആ യാദവ കുലത്തിന്റെ തിലകമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. ആ ഭഗവാനെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ പറ്റുന്നത്? അതൊന്നും ചിന്തിച്ചില്ല സാല്വൻ. അങ്ങനെ ശപഥം ചെയ്തു. ശപഥം ചെയ്ത് കഴിഞ്ഞിട്ട് അതികഠിനമായ ഭഗവത് ആരാധന നടത്തും. ആരെ? പരമശിവനെ.
ഈ അസുരന്മാരൊക്കെ അധികം ഈ പരമശിവനെയാണ്. എന്താ വെച്ചാൽ ക്ഷിപ്രപ്രസാദിയാണല്ലോ, ബുദ്ധിമുട്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കില്ല. അപ്പൊ പിന്നെ അത് ഒരാൾക്ക് അവന്റെ ശ്രേയസിന് ഏതാണോ ഉതകുന്നത് അതാണ് കൊടുക്കുള്ളൂ. എന്ന ക്ഷിപ്രപ്രസാദിയായ പരമശിവനെ പിന്നെ ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് കഠിനമായ ഒരു ഇതാണ്. എന്താ വെച്ചാൽ ഒരു കൊല്ലത്തില് ഒരു ദിവസം, ഒരു കൊല്ലക്കാലാണ് ആ വ്രതം എടുത്തത്. ഒരു ദിവസം ഒരു പിടി മൺപൊടി മാത്രം ഭക്ഷിക്കുക, എന്നിട്ട് ആരാധിക്കുക. അത് ചെയ്തു കഴിഞ്ഞ് എന്തായാലും ഒരു കൊല്ലത്തോളം ഒന്ന് പരീക്ഷിച്ചു നോക്കി ഭഗവാൻ. അവസാനം പ്രത്യക്ഷപ്പെട്ടു, ചോദിച്ചു എന്താ വരം വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ സാലുൻ പറഞ്ഞു, എനിക്കൊരു വാഹനം വേണം. ഏത് തരത്തിലുള്ളതാണ്? യാദവന്മാരെ ഭീഷണിപ്പെടുത്തുന്നത്, അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാഹനം വേണം എനിക്ക്. അതിന് പിന്നെ ഞാൻ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന സ്ഥലത്ത് അത് എത്തും വേണം. അത് മനുഷ്യരാലോ ദേവന്മാരാലോ അസുരന്മാരാലോ ഗന്ധർവന്മാര് തുടങ്ങിയ ഒരാളെ കൊണ്ടും അതിനെ നശിപ്പിക്കാനും സാധിക്കരുത് എന്നൊക്കെയുള്ള കുറെ നിബന്ധനകളൊക്കെ വെച്ച് അത് പറഞ്ഞു. പണ്ട് ഹിരണ്യകശിപു ചെയ്തില്ലേ, അകത്ത് അവരത് പുറത്ത് വരരുത്, എന്നിട്ട് എന്താ അകത്തല്ല പുറത്തല്ല നൃസിംഹരൂപം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ വന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു വാഹനത്തിന് വേണ്ടി അത് ചെയ്തു. അത് പിന്നെ എന്തായാലും തഥാസ്തു, ഭഗവാൻ അത് പരമശിവൻ അത് സമ്മതിച്ചു. പിന്നെ നമ്മുടെ അസുര ശില്പിയായ മയനെ കൊണ്ട് ഇതിന് വേണ്ട എന്തൊക്കെയാണ് ഇവൻ പറഞ്ഞു വെച്ചാൽ അതിനൊക്കെ ഒത്തിട്ടുള്ള ഒരു വാഹനം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മയൻ ഒരു ഇരുമ്പ് കൊണ്ട് ഒരു വാഹനം ഉണ്ടാക്കി. അതുണ്ടാക്കി, അതിന് സൗഭം എന്ന പേരാണ്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് പോലും അതിൻ്റെ ഉള്ളില് നമുക്ക് കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ കൂരിട്ട് പോലെയാണ്. എന്നാൽ ധാരാളം സ്ഥലമുണ്ട്, അങ്ങനെ ഉള്ളതാണ്. അപ്പൊ ഇത് കേട്ട് നമ്മള് തൃതീയ സ്കന്ധത്തില് ദേവഹൂതിക്ക് അല്ലെ കർദമ പ്രജാപതി കാമകം എന്നൊരു വിമാനം ഉണ്ടാക്കി കൊടുത്തു. അതെന്താ, അത് ആർക്കും ഒരു ദോഷമൊന്നും വരുത്തുന്നില്ല. അവര് ആ ദേവഹൂതിയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതാണ്. അത് ആ കാര്യങ്ങൾ മുഴുവൻ അവർക്ക് നിലനിന്ന് കിട്ടും ചെയ്തു, എല്ലാം ചെയ്തു. എന്നാൽ ഈ സൗഭത്തിന്റെ കാര്യം അതല്ല. കേൾക്കാൻ നമുക്ക് കഥ. അപ്പൊ മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള വാഹനമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ വാഹനത്തിൽ കയറിയിട്ട് സാലുനും സേനാനായകനും എല്ലാവരും കയറും. അതില് സൈന്യസമേതം കയറി ദ്വാരകയിലെത്തി കഴിഞ്ഞിട്ട് ആ ദ്വാരകയുടെ 4 പുറമുള്ള ഉപവനങ്ങളും ഉദ്യാനങ്ങളും കൊട്ടാരങ്ങളും എല്ലാ അതേപോലെ ഗോപുരങ്ങള് ഇതൊക്കെ എല്ലാറ്റിനെയും നശിപ്പിച്ചു. അത് നശിപ്പിച്ചു കഴിഞ്ഞ് അത് മാത്രല്ല, ഈ ദ്വാരകയുടെ മുകളിൽ കയറിയിട്ട് മരങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും അഗ്നി മഴ ഇതൊക്കെ ആക്കിയിട്ട് മുകളിൽ നിന്ന് വർഷിക്കാനും തുടങ്ങി. ഇതൊക്കെ കണ്ടപ്പോ ദ്വാരകാവാസികളൊക്കെ ഭയപ്പെട്ടു. പെട്ടെന്ന് ചുഴലിക്കാറ്റൊക്കെ വന്നു, പൊടിയൊക്കെ മൂടി ആകെ ഒന്നും ദിക്കുകൾ പോലും കാണാൻ വയ്യാത്ത ആക്കിയിട്ട് തീർത്തു. അത് ഇങ്ങനെ ഈ പ്രജകളുടെ ഒക്കെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഈ ശ്രീകൃഷ്ണപുത്രനായ രുക്മിണി പുത്രനായ നമ്മുടെ പ്രദ്യുമ്നൻ വേഗം തേരിൽ കയറിയിട്ട് എന്ത് ചെയ്തു, പിന്നെ സൈന്യങ്ങളൊക്കെ കൂട്ടിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കണ്ടപ്പോ പിന്നാലെ സാത്വികി, സാമ്പൻ, അക്രൂരൻ തുടങ്ങിയ അവരെല്ലാവരും ഈ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. 2 കൂട്ടരും മോശമല്ല. എന്നുവെച്ചപ്പോ സാലുനിയും തന്നെ ഇപ്പൊ നമുക്ക് തനി മോശക്കാരനാന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ഉള്ള സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 2 കൂട്ടരും തമ്മിൽ ഉഗ്രമായ യുദ്ധം, ദേവാസുര യുദ്ധം നടത്തുന്ന പോലെയുള്ള യുദ്ധമാണ്. അപ്പൊ നമ്മുടെ പ്രദ്യുമ്നൻ 25 അമ്പ് കൊണ്ട് ആ സാലുവിന്റെ സേനാനായകനെ പിന്നെ വീഴ്ത്തി. അതേപോലെ 100 അമ്പ് കൊണ്ട് സാലുനെയും ഓരോന്നുകൊണ്ട് ഓരോ ഭടന്മാരെയും 3 അമ്പിനാൽ കൊണ്ട് കുതിരകൾക്കും അങ്ങനെയൊക്കെ 10 അമ്പ് കൊണ്ടൊക്കെ തേരാളികളെയും ഒക്കെ ചെയ്ത് മുറിപ്പെടുത്തി വീഴ്ത്തി. ഇത് കണ്ടപ്പോ എന്താണ്, പ്രദ്യുമ്നന്റെ ഈ വീരപരാക്രമങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷം മറന്ന്, അതായത് ഈ സാലുന്റെ പക്ഷത്തുള്ള ആൾക്കാരും അടക്കം സകലരും എല്ലാവരും പ്രദ്യുമ്നെ ബഹുമാനിക്കുകയാണ് ചെയ്ത് ജയ് ജയ് ഒക്കെ വിളിച്ച് അതിൻ്റെതായി വരുന്നു. വീണ്ടും യുദ്ധം തുടങ്ങുന്നു. പിന്നെ ഈ സൗഭത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഒന്നായിട്ട് കാണും, ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അത് പലതായിട്ട് കാണും, പിന്നെ കാണില്ല. ചിലപ്പോ അത് പ്രത്യക്ഷപ്പെടും. ഇനി കണ്ടാലോ ചിലപ്പോ ഭൂമിയിലുണ്ടാവും, പക്ഷെ അടുത്ത നിമിഷം നമ്മൾ ഭൂമിയിലേക്ക് അവര് അമ്പൊക്കെ എഴുതാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അത് ചിലപ്പോൾ ജലത്തിലായിരിക്കും, അല്ലെങ്കിൽ ആകാശത്തായിരിക്കും. ഇങ്ങനെ 4 പുറം ചുറ്റി തിരിഞ്ഞുകൊണ്ടാണ് ആ സൗഭം എന്നുള്ള ആ വാഹനം. നല്ല വാഹനമാണ്.
അത് അതിലിരുന്നിട്ട് യുദ്ധം ചെയ്ത് ആയപ്പോൾ ഈ അതേപോലെ തന്നെ എന്നാ യാദവന്മാര് മോശം എന്നല്ല പറയുന്നത്, അതിയോദ്ധാക്കളാണ് യാദവന്മാര്. ഭഗവാന്റെ കുലത്തിലുള്ള തന്നെയല്ലേ, നല്ല യോദ്ധാക്കന്മാർ തന്നെയാണ് അവരുണ്ടായിരുന്നത്. അവരയക്കുന്ന ആ അതിതീക്ഷ്ണമായ ബാണങ്ങള് അഗ്നി പോലെ ദഹിപ്പിക്കുന്നതായിരുന്നു. അതേപോലെ തന്നെ കാളകൂട വിഷം ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ജീവൻ എങ്ങനെ ആവണത്, അതേപോലെ എങ്ങനെയെങ്കിലും ദേഹത്തൊന്ന് തൊട്ടാൽ തന്നെ അതിന് നാശമുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ സാലുനും കൂട്ടുകാർക്കും കുറച്ചൊരു ഭയം തോന്നി തുടങ്ങി. ഇത് ഞങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്നതാണ് എന്നുള്ള ഒരു ഇത് തോന്നി. അതേപോലെ തന്നെ ഈ യാദവ സൈന്യത്തിനും തന്നെ സാലുവിന്റെ അവിടെ നിന്ന് ആ സേനാധിപന്മാര് അവരൊക്കെ തുരുതുരാന്നാണ് അസ്ത്രങ്ങൾ വിടുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ഈ യാദവത്തിലുള്ള സൈന്യ അവരും തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ പക്ഷേ അവരൊരു ഉറച്ച തീരുമാനത്തിലാണ്. അതായത് എന്താണ്, കഷ്ടപ്പെട്ടായാലും വേണ്ടില്ല, എന്താണ് ഈ യുദ്ധത്തില് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം, അല്ലെ, രണ്ടായാലും ഞങ്ങൾക്ക് നല്ലത് തന്നെ. അപ്പൊ അവര് രണ്ടും കൽപ്പിച്ചിട്ടാണ്. ജയിച്ചാൽ എന്താ, ഈ ഭൂമിയിലത്തെ സുഖങ്ങളൊക്കെ അനുഭവിക്കാം, മരിച്ചാലോ വീരസ്വർഗമാണ് കിട്ടുക, അപ്പൊ അതും സുഖം. അപ്പൊ ആ ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് അവരും യുദ്ധം ചെയ്യണത്. അങ്ങനെ ഘോരമായ യുദ്ധം ഉണ്ടായി. ഇപ്പൊ ഈ സാലുവിന് കുറച്ചൊരു സംശയം തോന്നി തുടങ്ങിയേ, ആ സമയത്താണ് ഈ സാലുവിന്റെ മന്ത്രി ദ്യുമാൻ, ആ ദ്യുമാൻ എന്ത് ചെയ്തു വെച്ചാൽ, പണ്ട് അതിന്റെ മുമ്പ് പ്രദ്യുമ്നന്റെ കയ്യിൽ നിന്ന് നല്ല പിന്നെ ഗദ കൊണ്ടൊക്കെ പ്രഹരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതില് ആ യുദ്ധത്തിലൊക്കെ നന്നായി വേദനിച്ചിട്ടുള്ളതാണ്. ആ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് എന്തു ചെയ്തു, ഈ ദ്യുമാൻ കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഗദ കൊണ്ട് ഈ പ്രദ്യുമ്നന്റെ മാറിടത്തില് നന്നായിട്ട് പ്രഹരിച്ചു. അത് സാധാരണ മനുഷ്യനാണെങ്കിൽ ആ സമയം തന്നെ അത് മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രദ്യുമ്നൻ മോഹാലസ്യപ്പെട്ട് വീഴുക ചെയ്തത്. ഈ മോഹാലസ്യപ്പെട്ട് വീണ് ഇത് കണ്ട ഉടനെ തന്നെ ഈ പ്രദ്യുമ്നന്റെ തേരാളി പറഞ്ഞത് ദാരുകന്റെ മകനാണ്. ആ നല്ല ധർമ്മജ്ഞനായ ദാരുകന്റെ മകനാണ്. ആ തേരാളി എന്തു ചെയ്യിച്ചാൽ ഉടനെ തന്നെ ഈ പ്രദ്യുമ്നനെ തേരോടുകൂടി ദൂരെ കൊണ്ടുപോയിട്ട് നിർത്തി. അവിടുന്ന് പോയി നിർത്തി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പ്രദ്യുമ്നൻ ആ ബോധത്തിൽ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോ താൻ യുദ്ധക്കളത്തിലല്ലോ നിൽക്കണത്. അപ്പോഴാണ് തേരാളിയെ കണ്ടു കഴിഞ്ഞപ്പോ സൂതനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? എന്നെ ഈ യുദ്ധക്കളത്തിൽ നിന്ന് എന്തിനാണ് നീ എന്നെ ദൂരത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്? എന്റെ പേരിന് അതിനൊരു ദുഷ്കീർത്തി വരുത്തല്ലേ നീ ചെയ്തത്? ഭീരുവായ നീ ഭീരുത്വം കാണിച്ചത് എന്റെ പേരിനാണ് ദുഷ്കീർത്തി കേട്ടത്. ഇനി അച്ഛനും വല്യച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് അവര് രാജസൂയത്തിന് പോയിട്ട് അവിടെ കതിജിന്മാസൻ പറഞ്ഞില്ല, ഉപവാസം അവിടെ തന്നെ താമസിച്ച് ധർമ്മപുത്രരെ വിടണേയില്ല. അങ്ങനെ ആയിട്ട് മാസങ്ങളോളം അവിടെ തന്നെയാണ് ആവുന്നത്. അപ്പൊ ഇതൊന്നും അവരറിഞ്ഞിട്ടില്ല. അപ്പൊ അത് കാരണം അവരിനി തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടുന്ന് ഈ യുദ്ധകാലത്ത് നിന്ന് ഓടിപ്പോയിട്ട് ദ്വാരകയിലേക്ക് പോകുമ്പോ അവരവിടെ ഉണ്ടെങ്കിൽ അവര് ചോദിക്കും, എന്താ ഉണ്ണി, യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങള്, എങ്ങനെയൊക്കെയാണ് ചെയ്തത്, സാലുവിനെ നീ വധിച്ചില്ലേ എന്നെങ്കിലൊക്കെ ചോദിച്ച്, ശത്രുക്കളെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ മറുപടി പറയാ? അപ്പോ നീ എന്നെ കുഴപ്പത്തിലാക്കണം, നീ ചെയ്തത് ഒട്ടും നന്നായില്ല എന്ന് പ്രദ്യുമ്നൻ പറയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം ഒന്നും നമ്മുടെ തേരാളി ഒന്നും മിണ്ടിയില്ല. പറയട്ടെ എന്ന് വെച്ചു. പിന്നെയും നിർത്തണില്ല, പറയാണ്, ഇനി എന്റെ സഹോദര ഭാര്യമാര്, ഹേ വീര, നീ ഇത്ര വലിയ വീരനാണെന്നൊക്കെ പറഞ്ഞ് ആയിട്ട് ഈ ശത്രുക്കളെ കണ്ട് പേടിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് ഓടിപ്പോന്നെ. ഒരു നപുംസകത്തെ പോലെ നീ പെരുമാറിയത് അത് വളരെ മോശമാണ്. എന്താ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവര് അപഹസിക്കില്ലേ. ഇത് കണ്ടപ്പോ പ്രദ്യുമ്നന് ഒട്ടും സഹിക്കണില്ല. താൻ ഈ തേരാളി ചെയ്തത് അത് ആക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോ സൂതൻ പറഞ്ഞു, എങ്ങനെ സംബോധന ചെയ്യുന്ന, ഹേ ആയുഷ്മൻ വിഭോ, ആയുഷ്മനായ സമർത്ഥ എന്നാണ് പ്രദ്യുമ്നനെ പറയുന്നത്. എന്താണ് ഈ ആയുഷ്മൻ എന്ന് പറയാൻ എന്താ കാരണം? ജീവിക്കുന്ന സമയത്ത് സ്വാമിയെ
ഉപേക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആയുഷ്മൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഞാൻ അവിടുന്ന് ഈ രഥം ദൂരെ കൊണ്ട് നിർത്താനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങ് മോഹാലസ്യപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത് തേരിലിരിക്കുന്ന യോദ്ധാവിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അപകടം ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വന്നാൽ അത് ആ തേരാളിയുടെ ഉത്തരവാദിത്തമാണ് അവിടുന്ന് രക്ഷപ്പെടുത്തുക. അതേപോലെ തന്നെ തേരാളിക്ക് എന്തെങ്കിലും അപകടം വന്നാൽ ഈ യോദ്ധാവും ചെയ്യണം. ഇതാണ് ആ രഥയുദ്ധത്തിന്റെ ഒരു ധർമ്മം ഉണ്ട്. ആ നിയമം അതറിയാവുന്ന ഞാൻ അത് പാലിച്ചതാണ്. അല്ലാതെ അങ്ങയുടെ പേരിന് ദുഷ്കീർത്തി വരുത്താൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്തതല്ല, ഞാൻ ഭീരുവുമല്ല എന്നൊക്കെ അത് പറഞ്ഞു. അങ്ങനെ 76-ാമത്തെ അധ്യായത്തില് ഇത്രയാണ് കഥാസന്ദർഭം ഉള്ളത്. ഇനിയിപ്പൊ അങ്ങനെ നമ്മൾ ആ സാലുവിനെ വെറുതെ വിടണോ? എന്ത് ചെയ്തു? ക്ഷീണൊക്കെ മാറി പ്രദ്യുമ്നൻ ജലം എടുത്തിട്ട് കൈയും കാലൊക്കെ കഴുകി ശുദ്ധാക്കി കവചം ധരിച്ച് അവിടുന്ന് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോണു. യുദ്ധക്കളത്തിലേക്ക് പോയി ദ്യുമാനെ ആദ്യം വധിച്ചു. ദ്യുമാനായിട്ടുള്ള യുദ്ധമുണ്ട്, ഘോരമായ യുദ്ധം. അത് ദ്യുമാനെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് സാലുവിനെ വധിക്കാൻ നിൽക്കണ ആ സമയത്താണ്, യുദ്ധം ചെയ്യുന്ന സമയത്താണ് എന്തൊക്കെ ദുർനിമിത്തങ്ങൾ കാണുന്നു എന്ന് ഭഗവാന് മനസ്സിലായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് വേഗം രാമേട്ടനും കൃഷ്ണനും കൂടിയും അവിടുന്ന് വരുന്നു. രാമേട്ടനെ ദ്വാരകയില് അവിടെ നിർത്തിയിട്ട് അവിടുത്തെ കാര്യം ഇതാക്കാൻ പറഞ്ഞു. കൃഷ്ണൻ വേഗം തന്റെ തേരാളിയും ആക്കി ഇങ്ങോട്ട് പോന്നു. യുദ്ധക്കളത്തിലേക്ക് പോയപ്പോ ഇവിടെ നല്ല സമയമാണ്. അങ്ങനെതായി യുദ്ധം, സാലുനായിട്ടുള്ള യുദ്ധം ഭഗവാൻ ഏറ്റെടുത്ത് കുറെ നേരം വാക്കുവാദങ്ങളും ഇതൊക്കെ ഉണ്ട്. അവസാനം പറഞ്ഞു, എന്റെ കുലത്തേക്ക് നശിപ്പിക്കാൻ അതിന് നീ ആയിട്ടില്ല, അതിന് അതുണ്ട്, എനിക്കറിയാം അത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ നിന്നെ ഞാൻ ആദ്യം വധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സാലുവിനെ വധിച്ചു എന്ന് പറഞ്ഞ് ആവണു. അപ്പൊ ഇത് കണ്ട് പിന്നെ അടുത്ത ഇതിന്റെ കൂട്ടുകാരൻ ദന്തവക്രണ്ട് അതേ പോയിട്ട് അവിടെ ദേഷ്യപ്പെട്ടിട്ട് കോപിച്ചും കൊണ്ട് വരുന്നുണ്ട്. അടുത്ത യുദ്ധത്തിലാവണം. ഇനി ഇതിൽ നിന്നിപ്പോ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇപ്പൊ ഈ ഇത്രയേ ഉള്ളൂ ഈ കഥ. ഇതിൽ നിന്നിപ്പോ എന്താണ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ പോയിന്റ്, ഒന്നാമത് സാലുവിനെ എടുത്തു നോക്കുക. സാലുവൻ വളരെ കഠിനമായിട്ടാണ് ഒരു പിടി മണ്ണിന്റെ പൊടിയൊക്കെ കഴിച്ചിട്ട് ക്ഷുപ്രപ്രസാദിയായ ഭഗവാനെയൊക്കെ ആരാധിച്ചു. എന്നിട്ട് ഭഗവാനെ കണ്ടപ്പോ ചോദിച്ചതോ യാദവ കുലത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ വേറൊരു കുലം ഏതോ ആയിക്കോട്ടെ, അതിനെ വേറൊന്നിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരിക്കലും അതാവരുത്. നമ്മുടെ ആരാധനകളും നമ്മളുടെ കർത്തവ്യങ്ങളും അത് ചെയ്യുന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. സാധാരണ പറയും, ഒരു അമ്പലത്തിൽ പോയി തൊഴുകയാണെങ്കിലും ആ മുന്നിൽ തന്നെ നിന്നങ്ങോട്ട് തൊഴുത് മറ്റുള്ളവർക്കൊന്നും കാണണ്ടേ എന്ന് പറഞ്ഞ് പലത്തിലും കണ്ട് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്. അല്ല, അപ്പൊ നമ്മളും അത് ചെയ്യാൻ നിൽക്കുമ്പോ നമ്മൾക്ക് തോന്നണം, ഇതില് നമ്മള് എന്തോ യഥാവശാല് നമ്മൾ മുന്നിൽ നിൽക്കണോ, പിന്നിലും ആൾക്കാരുണ്ട്, അവർക്കും ആവണം. അങ്ങനെ ഓരോ പ്രവൃത്തി ആയാലും തന്നെ അതിനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് ആവരുത് എന്ന് പറയുന്നു. പിന്നെ ഈ പ്രദ്യുമ്നന്റെ സാരഥിയുടെ ധർമ്മത്തെ ശരിക്കും അറിഞ്ഞ ആളാണ് അല്ലെ. ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്. തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ആ ബ്രഹ്മം അല്ലെ, ആദ്യം ആ ബ്രഹ്മം തന്നെ ധർമ്മമാണ്. ആ ധർമ്മത്തിൽ അനുഷ്ഠിതമായാലാണ് ഒരു ലോകത്തിലുള്ള ജനതയൊക്കെ നിലനിൽപ്പുള്ളൂ അല്ലെ. അത് മാത്സര്യ ബുദ്ധിയില്ലാത്ത സജ്ജനങ്ങൾക്ക് മാത്രം കിട്ടാവുന്നതാണ് ഇത് എന്നൊക്കെ, അതെല്ലാം ഈ ധർമ്മമാർഗത്തിലൂടെ അനുഷ്ഠിച്ചാൽ മാത്രമേ സാധ്യമാവൂ. അപ്പൊ ധർമ്മത്തിന് അത്രയ്ക്കും സ്ഥാനമുണ്ട്. നമ്മുടെ പുരാണങ്ങളിലെ ഏത് കഥകൾ എടുത്തു കഴിഞ്ഞാലും തന്നെ അതിൽ ഊന്നലായിട്ട് ഈ ധർമ്മമാർഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓരോ കഥകളും അതിന്റെ തന്തു ഈ ധർമ്മത്തിനെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന തരത്തിലായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഭഗവാനിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റും. കാരണം എന്താണ്, ഈ ധർമ്മം തന്നെയാണ് ഭഗവാൻ അല്ലെ. രാമോ വിഗ്രഹവാൻ ധർമ്മക അല്ലെ. രാമനായാലും കൃഷ്ണനായാലും ആരായാലും ഭഗവാൻ പറയുന്നില്ലേ, എപ്പ ധർമ്മത്തിന് ച്യുതി വരുന്നോ
അപ്പപ്പ ഞാൻ പല പല രൂപത്തിലായിട്ട് ഞാൻ അവതരിച്ചു കൊണ്ട് ഈ ഭൂമിയെ എല്ലാവരെയും രക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ അവതാരങ്ങളിലും അതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ പരമമായ സത്യത്തെ, ആ ധർമ്മത്തിലൂടെ നമുക്ക് ഏവർക്കും ഭഗവാനിലേക്ക് എത്താൻ ഒരു കാരണമായിട്ട് തീരട്ടെ. പിന്നെ ധർമ്മം അറിഞ്ഞാൽ മാത്രം പോരാ. ആ സൂതൻ ചെയ്തത് ധർമ്മത്തെ അത് അനുഷ്ഠിച്ചു അല്ലെ. എനിക്കറിയാം രഥയുദ്ധത്തില് ധർമ്മം ഇതാണ് എന്ന് ആ അറിവിനെ അവിടെ വെക്കല്ല ചെയ്തത്. ആ ഒരു അവസരം വന്നപ്പോൾ ശത്രുക്കളുടെ പ്രഹരം കേട്ട് കഴിഞ്ഞാൽ മോഹാലസ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ ധർമ്മബുദ്ധി വേറൊന്നും ചിന്തിക്കാതെ ആ ധർമ്മമാർഗത്തെ അവിടെ അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നു. നമ്മളും അത് നമുക്കും ഏവർക്കും അത് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഇതുപോലെ ഈ ഒരു നവാഹത്തില്, അതും മള്ളിയൂർ ശങ്കരൻ തിരുമേനിയുടെ അതില്, ആ തിരുമേനി എവിടെ, അതിൽ പറയാൻ അർഹതയും കൂടി ഉണ്ടോന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു മഹാത്മാവിന്റെ മുന്നില് എല്ലാം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, സർവം നാരായണായേതി സമർപ്പയാമി. രാധേശ്യാം. രാധേശ്യാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താൽവയുദ്ധം അതിഗംഭീരമായിട്ട് തന്നെ അതിന്റെ ചെറിയ അധ്യായമാണെങ്കിലും അതിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവൻ എസൻസ് മുഴുവൻ അവിടുന്ന് മനസ്സിലാക്കിക്കൊണ്ടത് പറയാൻ സാധിച്ചു. ഇതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇതൊന്നും ഈ എന്താ പറയാ, സപ്താഹവേദിയിലൊക്കെ ഓട്ടാണ് ഈ സമയത്ത് അല്ലെ. ഏകാദശം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് 12ാം അധ്യായം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം. അതൊന്നും താലൊന്നുമില്ല, സൗഭവും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയോ ഭംഗിയായിട്ട് അത് ആസ്വദിക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. നന്ദി. നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ധാരാളം സത്സംഗങ്ങള്, അതുപോലെ അവസരങ്ങള് ഒക്കെ ഈ പ്രഭാഷണത്തിനായാലും അതുപോലെ തന്നെ പാരായണം ചെയ്യാനും കീർത്തനം ചൊല്ലാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആരോഗ്യം കൊടുക്കട്ടെ, ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ കണ്ണനോട് ഈ സമയത്ത് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.